നന്നായി ഇരുട്ടിയതിനു ശേഷമാണ് മാധവും തീർത്ഥയും റിസോർട്ടിലെത്തിയത്. റിസോർട്ടിന് മുൻപിൽ തന്നെ രാജേന്ദ്രൻ അങ്കിളിൻ്റെ മകൻ ദേവൻ എന്ന് വിളിക്കുന്ന ദേവരാജ് അവരെയും കാത്തു നിൽക്കുന്നുണ്ട്. 25 വയസ്സോളം പ്രായമുള്ള സുമുഖനായ ചെറുപ്പക്കാരനാണ് ദേവൻ. ദൂരെ നിന്ന് അവരുടെ കാറ് കണ്ടപ്പോൾ തന്നെ അവൻ കൈ ഉയർത്തി കാണിച്ചു. മാധവ് കാർ അവൻ്റെ അരികിൽ നിർത്തി വിൻഡോ താഴ്ത്തി തല പുറത്തേക്കിട്ടു. നേരെ പോയാൽ മതിട്ടോ, അവിടെ പാർക്കിംഗ് ഉണ്ട്. ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ദേവൻ ഒരല്പം കുമ്പിട്ട് കാറിലിരിക്കുന്ന മാധവനെയും തീർത്ഥയെയും നോക്കി. നീയും കയറ്, മാധവ് പറഞ്ഞു. വേണ്ട ഏട്ടാ, ഞാൻ ഗേറ്റ് ലോക്ക് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ പന്നികൾ ഓടിക്കയറും. അതും പറഞ്ഞുകൊണ്ട് അവൻ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്നു. മാധവ് കാർ അകത്തേക്കെടുത്തു. പുതിയ റിസോർട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സകല പ്രൗഢിയും അവിടെയുണ്ട്. വിശാലമായ പാർക്കിംഗ് തന്നെയാണ് അതിലെടുത്ത് പറയേണ്ടത്. കാടുപോലെ ഇരുവശവും മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കല്ലുപാകിയ പാതയിലൂടെ കാറ് ചെന്ന് നിന്നത് റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഉൾപ്പെടുന്ന കെട്ടിടത്തിന് മുന്നിലെ വിശാലമായ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. കാറ് പാർക്ക് ചെയ്തതിന് ശേഷം കാറിൽ നിന്നും ഇറങ്ങി. കോടയിറങ്ങി നല്ല തണുപ്പായിരുന്നു. കാറിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉള്ളതുകൊണ്ട് അകത്തധികം തണുപ്പ് അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഡോർ തുറന്ന് പുറത്തിറങ്ങിയതും ചൂളക്കാറ്റ് ചെവി തുളച്ചു കയറി. പുറത്തിറങ്ങിയ തീർത്ത വിറച്ചുകൊണ്ട് കൈകൾ കൂട്ടിത്തിരുമ്മി ചുറ്റും നോക്കി. നിറയെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച അവിടം അതിമനോഹരമായിരുന്നു. വെള്ളി വെളിച്ചങ്ങൾക്കിടയിലൂടെ മഞ്ഞൊഴുകി നടക്കുന്നു. ഡിക്കിയിൽ നിന്നും ബാഗുമെടുത്ത് ഇരുവശവും ഭംഗിയായി ചെടികൾ വെച്ച് അലങ്കരിച്ചിരിക്കുന്ന നടപ്പാതയിലൂടെ ഇരുവരും മുൻപോട്ട് നടന്നു. അവർ റിസപ്ഷനിൽ എത്തിയപ്പോഴേക്കും ദേവനും അങ്ങോട്ടേക്ക് വന്നു. അച്ഛാ, അമ്മേ, അവർ വന്നുട്ടോ, അവൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ആ, എത്തിയോ? റിസപ്ഷനിൽ നിന്നും രാജേന്ദ്രൻ അങ്കിൾ ഇറങ്ങി വന്നു. പിറകിൽ സാരിയിൽ കൈ തുടച്ചുകൊണ്ട് രാജേന്ദ്രൻ്റെ ഭാര്യ സുമതിയും. ആ, ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നോ? നേർത്ത പുഞ്ചിരിയോടെ മാധവ് ചോദിച്ചു. ഇവിടെ സഹായത്തിന് നിൽക്കുന്ന പെണ്ണ് അതിൻ്റെ കുഞ്ഞിന് വയ്യാഞ്ഞിട്ട് ലീവിലാ. മോനെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടേ? ഇപ്പോഴാണെങ്കിൽ സീസണുമാണ്, അതുകൊണ്ട് ഞാനും ദേവനും ഇങ്ങോട്ട് പോന്നു. സ്നേഹത്തോടെ മാധവൻ്റെ കവളിൽ തഴുകിക്കൊണ്ട് അവർ പറഞ്ഞു. പിന്നെ പിറകിൽ നിൽക്കുന്ന തീർത്ഥയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്തു. ഇതാണല്ലേ മോൻ്റെ പെണ്ണ്? കൊള്ളാം, നല്ല ചേർച്ചയുണ്ട്. സുമതി ഒരു കൈകൊണ്ട് തീർത്ഥയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. അവൾ കണ്ണ് ചിമ്മി. കഥയൊക്കെ പിന്നെ പറയാം സുമേ, ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നതല്ലേ, അവരൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ദേവാ, ഇവർക്ക് ആ കോട്ടേജ് കാണിച്ചു കൊടുക്ക്. രാജേന്ദ്രൻ മകന് നേരെ ഒരു കീ നീട്ടിക്കൊണ്ട് പറഞ്ഞു. വായേട്ടാ. അച്ഛൻ നീട്ടിയ കീയും വാങ്ങി അവൻ മുൻപേ നടന്നു. പിറകെ മാധവും തീർത്ഥയും. ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ റൂമിലേക്ക് നടന്നു. ദേവനും മാധവും തീർത്ഥയ്ക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരം. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള കാഴ്ചകളിൽ മിഴിനട്ടുകൊണ്ട് അവൾ മുൻപോട്ട് നടന്നു. റിസോർട്ടിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഹണിമൂൺ കോട്ടേജാണ് രാജേന്ദ്രൻ അവർക്ക് വേണ്ടി ഏർപ്പാടാക്കിയിരുന്നത്. പോകുന്ന വഴിയിൽ മറ്റു ചില കോട്ടേജുകൾ കൂടി അവർ കണ്ടു. എല്ലാത്തിലും ആളുകളുണ്ടെന്ന് തോന്നുന്നു. മിക്കതിലും ലൈറ്റ് കാണുന്നുണ്ട്. 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ക്യാമ്പ് തുടങ്ങും. അപ്പോഴേക്കും അങ്ങോട്ട് വരണം കേട്ടോ, അവരെ കോട്ടേജിലേക്ക് ആക്കിക്കൊണ്ട് ദേവൻ പറഞ്ഞു. വരാം. മാധവ് അവൻ്റെ തോളിൽ തട്ടി. ശരി. തീർത്ഥയെ നോക്കി ഒന്ന് തലയാട്ടിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോയി. ഓ. വാതിൽ ലോക്ക് ചെയ്തുകൊണ്ട് മാധവ് ശ്വാസം വലിച്ചു വിട്ടു. കോട്ടേജിനകത്തേക്ക് കയറിയപ്പോഴാണ് തീർത്ഥയ്ക്കും ആശ്വാസമായത്. ഓട്ടോമാറ്റിക്കായി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തതുകൊണ്ട് കോട്ടേജിനുള്ളിൽ ചെറു ചൂട് നിറഞ്ഞു നിൽക്കുന്നു. അവൾ കഴുത്തിൽ ചുറ്റിയിരുന്ന വുള്ളൻ ഷോൾ അഴിച്ച് ബെഡിലേക്കിട്ടു. മാധവ് തൻ്റെ ജാക്കറ്റ് മൂരി. ഇവിടെ വന്യജീവികൾ വരുമോ? ജനലിലൂടെ കോട്ടേജിൻ്റെ പിറകുവശത്തേക്ക് നോക്കിക്കൊണ്ട് ആദിയോടെ തീർത്ത ചോദിച്ചു. ഏയ് ഇല്ല. ആന കോട്ടേജിൻ്റെ അടുത്ത് വരാതിരിക്കാനാ ചുറ്റുമുള്ള വേലി. അത് ഇലക്ട്രിക് ഫെൻസാ. രാത്രി ആന ഇറങ്ങിയാലും ആ കമ്പി വരെ വരൂ. അവൾക്ക് അരികിലേക്ക് ചെന്നുകൊണ്ട് മാധവ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഒന്ന് മൂളിക്കൊണ്ട് അവൻ്റെ അടുത്ത് നിന്നും മാറി അവൾ മരം കൊണ്ടുള്ള ഗാർഡനിൽ ചെന്നിരുന്നു കൊണ്ട് ചുറ്റും നോക്കി. വളരെ ലക്ഷറി ആയിട്ടുള്ള ഒരു ഹണിമൂൺ കോട്ടേജാണ് അത്. റൂമിലെ ആ ബെഡ്, അത് അവൾ ഇന്നേ വരെ കാണാത്ത അത്രയും മനോഹരമായിരുന്നു. പിന്നെയും മിഴികൾ ചുറ്റി നടന്നു. അവൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണീയമായി തോന്നിയത് റൂമിലെ നിരിപ്പോടാണ്. അത് അവൾ ആദ്യമായി കാണുന്നതായിരുന്നു. പിന്നെയാണ് അവൾ ബാത്റൂം ശ്രദ്ധിച്ചത്. റൂമിനോട് ചേർന്ന് തന്നെയാണ് ബാത്റൂം, പക്ഷേ അതിൻ്റെ ഡോർ ചില്ലുകൊണ്ടാണ്. ഉള്ള വസ്ത്രങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ കാണാം. അയ്യേ, അവൾക്ക് ചമ്മൽ തോന്നി. ഇതിൽ നിന്ന് എങ്ങനെ കുളിക്കും? അവൾ ചമ്മലോടെ മനസ്സിലോർത്തു. അത് നമ്മൾ അകത്ത് കയറുന്നത് വരെ മാത്രമേ ഗ്ലാസ് ട്രാൻസ്പെറൻ്റ് ആകൂ. കയറി വാതിൽ ലോക്ക് ചെയ്താൽ ഗ്ലാസ് മങ്ങാൻ തുടങ്ങും. പിന്നെ വെളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് നമ്മളെ കാണാൻ സാധിക്കില്ല. പക്ഷേ ലോക്ക് ചെയ്യണം. ബാത്റൂമിൻ്റെ നേർക്ക് നീളുന്ന ആ മിഴികളിലെ സങ്കോചം കണ്ട് മാധവ് പറഞ്ഞു.
തൻ്റെ മനസ്സ് വായിച്ചതുപോലെ മാധവ് പറഞ്ഞപ്പോൾ തീർത്ത അത്ഭുതത്തോടെ അവനെ നോക്കി. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മാധവ് റൂമിലെ നെരിപ്പോടിനടുത്തേക്ക് നടന്നു. പെട്ടെന്നാണ് അവൻ്റെ ഫ്രണ്ട് പോക്കറ്റിലിട്ടിരുന്ന മൊബൈൽ ഒന്ന് വിറകൊണ്ടത്. അവൻ വേഗം അതെടുത്തു. വിഷ്ണുവാണ്. മാധവ് കോൾ അറ്റൻഡ് ചെയ്തത്. സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം വിട്ടുവിട്ടാണ് കേൾക്കുന്നത്. ഞാൻ ഇപ്പോൾ വരാം. അതും പറഞ്ഞുകൊണ്ട് അവൻ മുറ്റത്തേക്കിറങ്ങി. വിഷ്ണുവിനോട് സംസാരിച്ചുകൊണ്ട് കോട്ടേജിൻ്റെ അറ്റത്തേക്ക് നടന്നു. വലിയൊരു മലയ്ക്ക് മുകളിൽ കയറി നിൽക്കുന്ന പ്രതീതിയാണ് അവിടെ നിന്നും നോക്കിയാൽ. വേലിക്കരികിൽ മുള കൊണ്ടുള്ള അതിമനോഹരമായ ഇരിപ്പിടമുണ്ട്. അവൻ പതിയെ അവിടേക്ക് നടന്നു. അതിനടുത്ത് പൂത്തു നിൽക്കുന്ന ഇലഞ്ഞിമരത്തിൻ്റെ അവിടെ കണ്ണുകൾ പതിച്ചു. സീസൺ അല്ലെങ്കിൽ പോലും മരത്തിൽ നിന്നും കുറച്ച് ഇലഞ്ഞിപ്പൂക്കൾ ചിതറിക്കിടക്കുന്നുണ്ട്. അതിൻ്റെ വശ്യ സൗരഭ്യം ആ മലയിടുക്കിൽ മുഴുവൻ പരത്തിയൊഴുകുന്ന ശീതവായു. അകലെ പൗർണമി നിലാവ് ഉദിച്ചു നിൽക്കുന്നു. പ്രണയാർദ്രമായ പ്രകൃതി, അതിൻ്റെ മാസ്മരിക സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അവൻ വിഷ്ണുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നിൽ ഒരു സാമീപ്യം അറിഞ്ഞത്. തിരിഞ്ഞു നോക്കിയ മാധവ് തനിക്ക് പിറകിൽ നിൽക്കുന്ന തീർത്ഥയെ കണ്ടു. നിലാവ് തോൽക്കുന്ന അവളുടെ മുഖത്ത് ഒരു നിറഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വിളിക്കാം. മാധവ് കോൾ കട്ട് ചെയ്തു. മാധവേട്ട, നമ്മൾ എന്നാ തിരിച്ചു പോണേ? അവൻ അരികിൽ വന്നിരുന്നു കൊണ്ട് അവൾ ചോദിച്ചു. എന്താടോ, നമ്മളിപ്പോൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ. എന്തേ, തനിക്കിവിടം ഇഷ്ടമായില്ലേ? നമ്മൾ 2 ദിവസം ഇവിടെ നിൽക്കാനല്ലേ വന്നത്? നമുക്ക് 2 ദിവസം സ്ഥലങ്ങളൊക്കെ കണ്ട് നടന്നിട്ട് പോയാൽ പോരെ? അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് മാധവ് ചോദിച്ചു. ഒരാഴ്ച നിന്നാലും എനിക്ക് പ്രശ്നമില്ല. കുസൃതി ചിരിയോടെ അവൾ പറഞ്ഞത് കേട്ട് മാധവ് ഒന്ന് പുഞ്ചിരിച്ചു. കൈകൾ കൂട്ടിയുരസി തണുപ്പിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടും കിട്ടിയ വിടവുകളിലൂടെയെല്ലാം അവളുടെ ദേഹത്ത് ഇക്ലി ഉണർത്തുന്ന പ്രകൃതിയുടെ പരിലാളനകളിൽ കുളിരണിഞ്ഞ് അവൾ കൂമ്പിയിരുന്നു. കുറച്ചു നേരം സംസാരിച്ച് അവർ ഭക്ഷണം കഴിക്കാനായി റിസപ്ഷനിലേക്ക് വന്നു. അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാനായി അവരെ വിളിക്കാനായി ഇറങ്ങുകയായിരുന്നു ദേവൻ. ആ, നിങ്ങൾ വന്നോ? ഞാൻ നിങ്ങളെ വിളിക്കാൻ ഇറങ്ങിയായിരുന്നു, ദേവൻ പറഞ്ഞു. ആ, മാധവ് തീർത്ഥയുടെ വിരലുകളിൽ കോർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. സുമതി ആൻറ്റി അവർക്കായി വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയായിരുന്നു ഉണ്ടാക്കി വെച്ചിരുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ രണ്ടാളും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ക്യാമ്പ് ഫയർ നടക്കുന്നിടത്തേക്ക് പോയത്. ഹണിമൂൺ പാക്കേജ് ഓഫർ ഉള്ളതുകൊണ്ട് കൂടുതലും ഹണിമൂൺ കപ്പിൾസ് ആയിരുന്നു. ബേസിൽ ക്യാമ്പ് ഫയർ വെളിച്ചം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗം കപ്പിൾസിൻ്റെ പ്രൈവസിക്കായി ഇരുട്ടാണ്. ക്യാമ്പ് ഫയറിന് ചുറ്റുമുള്ള കസേരയിൽ അവർ അവരുടേതായ ലോകം തീർത്തുകൊണ്ടേയിരുന്നു. 2 കസേരകളിൽ മാധവും തീർത്ഥയും സ്ഥാനം പിടിച്ചു. നേർത്ത ചൂടിനൊപ്പം അവർക്ക് ചുറ്റും ഏതോ പ്രണയഗാനം അലയടിക്കുന്നുണ്ടായിരുന്നു. മൗനമായി നിമിഷങ്ങൾ കടന്നുപോയി. മാധവ് മെല്ലെ തലചിരിച്ച് തീർത്ഥയെ നോക്കി. ക്യാമ്പ് ഫയറിൽ നിന്നും വരുന്ന ചുവന്ന വെളിച്ചത്തിൽ അവളുടെ മുഖം സൂര്യനെ പോലെ തിളങ്ങുന്നു. ഇമചിമ്മാതെ ആ മിഴികളിൽ ഒരു കുഞ്ഞു സൂര്യൻ തന്നെയുണ്ട്. അഗ്നിയുടെ തിളക്കം കുരുനിരയിലണിഞ്ഞ സിന്ദൂരവർണ്ണത്തോട് മത്സരിച്ച് അവളുടെ മുഖകാന്തിക്ക് മാറ്റുകൂട്ടി. നീണ്ട കഴുത്തിലൂടെ സഞ്ചരിച്ച് ലൂസ് ടീഷർട്ടാണെങ്കിലും അവളുടെ മാറിൻ്റെ ഭംഗിയിൽ അവൻ്റെ മിഴികളുടക്കി. അവയ്ക്ക് മുകളിൽ അഗ്നിയിൽ തിളങ്ങുന്ന മാധവൻ്റെ പേരെഴുതിയ താലിമാല. ചെറുചൂടും നേർത്ത ഇരുട്ടും ദേഹത്തെ തൊട്ടുണർത്തുന്ന മഞ്ഞും അവനിൽ മോഹങ്ങൾ നൽകി. അവളുടെ വിരലുകളിൽ അവൻ പിടിമുറുക്കി. എന്തൊരു ചരക്കാടാ അവള്! കാണുമ്പോൾ തന്നെ കടിച്ചു തിന്നാൻ തോന്നുന്നു. കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളിയും കിളിക്കൂടും പോയി. ജാതകദോഷത്തിൻ്റെ പേരിലാണെങ്കിലും കിട്ടിയത് അടാറ് സാധനം തന്നെ. ഇനി ഈ പെണ്ണെങ്ങാനും തട്ടിപ്പോയാൽ അടുത്തതിനെയും കിട്ടും. അവൻ്റെയൊക്കെ ഒരു ഭാഗ്യം. അടുക്കളയുടെ പുറകുവശത്തിരുന്ന് പാത്രം കഴുകിക്കൊണ്ടിരുന്ന പണിക്കാരൻ തമിഴൻ ശെൽവനോട് വൃത്തികെട്ട ആംഗ്യം കാണിച്ചുകൊണ്ട് ദേവൻ പറയുന്നത് കേട്ടുകൊണ്ടാണ് മാധവ് അങ്ങോട്ട് വന്നത്. കോട്ടേജിലേക്ക് പോകുമ്പോൾ രാത്രി കുടിക്കാനായി തണുത്ത വെള്ളമെടുക്കാനായി അടുക്കളയിൽ വന്നതായിരുന്നു അവൻ. അനിയനെ പോലെ കണ്ട ദേവൻ്റെ വായിൽ നിന്നും അങ്ങനെയുള്ള സംസാരം കേട്ടപ്പോൾ മാധവ് ഒരു നിമിഷം നിശ്ചലനായി പോയി.